നെക്സ്റ്റ് ചാപ്റ്റർ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പോൾ അതിൻ്റെ തിയറം നിങ്ങളൊന്ന് എഴുതുക. ടെക്സ്റ്റിനകത്ത് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ആ ക്വസ്റ്റ്യനിലോട്ട് തന്നെ പോകാം. പ്രൂവ് ദാറ്റ് 1 plus 3 plus 3 square plus etc plus 3 raised to n minus 1 3 raised to n minus 1 equal to 3 raised to n minus 1 by 2. ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ഇതാണ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ് പല ക്വസ്റ്റ്യൻസും ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ആദ്യം n = 1. അപ്പോൾ തന്നിരിക്കുന്ന ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആദ്യം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ലെറ്റ് പി ഓഫ് n ബി ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. ലെറ്റ് പി ഓഫ് n ബി ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും അങ്ങനെയാണ് എഴുതേണ്ടത്, ബി ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ എഴുതുക. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ലെറ്റ് പി ഓഫ് n ബി ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എഴുതുന്നത് ഇങ്ങനെയാണ്: പി ഓഫ് n സച്ച് ദാറ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 1 plus 3 plus etc plus 3 raised to n minus 1 equal to 3 raised to n minus 1 by 2 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. അപ്പോൾ ഇതിനെ ഉദ്ദേശിക്കുന്നത് ആദ്യം n = 1 ശരിയാണെന്ന് പ്രൂവ് ചെയ്യുക. പിന്നെ n = kക്ക് അസ്യൂം എന്ന് വെച്ചാൽ ഇങ്ങനെ ചില റിസൾട്ട് n = 1 ശരിയാകുന്നു, n = 2 ശരിയാകുന്നു, n = 3 ശരിയാകുന്നതെങ്കിൽ അത് എല്ലാത്തിനും ശരിയാണ് എന്നുള്ളതാണ് ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു രീതി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും n = 1 2 3 4 5 എന്നൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ആദ്യം n = 1 ശരിയാണെന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഫോർ n = 1, അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ആൻസറും റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ആൻസറും സെയിം ആണെന്നാണ്. n = 1 എല്ലാത്തിനും അങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ n = 1. അപ്പം ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് n = 1 അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് അതായത് ഈ ഫസ്റ്റ് ഈ നമ്പറാണ്. കണ്ടോ, ഫസ്റ്റ് ഈ നമ്പറാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ആൻസർ. അപ്പോൾ ഫോർ n = 1 ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. ഫോർ n = 1 ലെഫ്റ്റ് ഫോർ n. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഫോർ n = 1 ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതായിരിക്കും എളുപ്പം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു പി ഓഫ് 1. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പി ഓഫ് 1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് n 1 കൊടുത്തു. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? 1. റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിലോ ഫോർ n = 1 പി ഓഫ് 1ൻ്റെ ആൻസർ എന്താ? n-ൻ്റെ പ്ലേസിൽ എന്ത് 1 കൊടുക്കുക. 3 raised to 1 minus 1 by 2 എന്ന് പറഞ്ഞാൽ എന്താ? 3 minus 1 എന്ന് പറയുന്നത് 2 by 2 ഈക്വൽ ടു 1. അപ്പോൾ നോക്കിക്കേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ LHS = RHS ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? therefore P of 1 is true. എല്ലാ ക്വസ്റ്റ്യനും P of 1, ഇതിന് 1 മാർക്കാണ് P of 1 is true എന്ന് എഴുതുന്നതിന്. ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. n-ന് 1 കൊടുക്കുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 കൊടുക്കുക, റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണേ. ഫോർ n = 2 ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ഫോർ n = 2 ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 + 3 ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ആൻസർ എന്താ? 1 + 3. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ആൻസർ 1 + 3 4 എന്ന്. അത് ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇടുമ്പോഴും അത് തന്നെയാണ് കിട്ടുന്നത്. അതിൻ്റെ തൊട്ടടുത്താണെങ്കിൽ ഫോർ n = 3 ആണെങ്കിലോ 1 + 3 + 3 സ്ക്വയർ അങ്ങനെയാണ് പോകുന്നത്. ആദ്യത്തെ 3 ടേം കണ്ടോ, n = 3 ആണെങ്കിൽ. അല്ലാതെ മൂന്നാമത്തെ ടേം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം പി ഓഫ് n എന്ന് പറയുന്നത് എന്താ? 1 + 3 + etc ആണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അവസാനത്തെ ടേം അല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ടേമാണ് ഫോർ n = 1.
ഫോർ n = 2 എന്ന് പറഞ്ഞാലോ ആദ്യത്തെ രണ്ടും കൂടെ ചേർന്നത്. ഫോർ n = 3 എന്ന് പറയുന്നതോ ആദ്യത്തെ മൂന്നും കൂടെ ചേർന്നത്. അങ്ങനെയാണ് ഫോർ പി ഓഫ് n എന്ന് പറയുമ്പോൾ ആദ്യത്തെ nth ടേം എല്ലാം കൂടെ ചേരുന്നതാണ് ഇത്. ഇതിൻ്റെ ആൻസറാണ് 3n - 1/2 എന്ന് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഫോർ n = 1 അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫോർ n = 1 ആയി. ഇനി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എല്ലാത്തിലും ഇതുപോലെയാണ്. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. അസ്യൂം ദാറ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. ഓക്കെ, അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെ ശരിയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ ഫോർ സം പോസിറ്റീവ് ഇൻറ്റിജർ കെ. ഫോർ സം പോസിറ്റീവ് ഇൻറ്റിജർ കെ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജറാണ്. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആദ്യം പി ഓഫ് എൻ എന്ന് പറഞ്ഞ് എഴുതിയില്ലേ? അതിനെ ആ എന്നിൻ്റെ പ്ലേസിൽ എന്ത് ചെയ്താൽ മതി? എന്നിൻ്റെ പ്ലേസിൽ കെ കൊടുത്താൽ മതി. എന്നിൻ്റെ പ്ലേസിൽ കെ കൊടുത്താൽ മതി. അപ്പോൾ എന്താ റിസൾട്ട് വരുന്നത്? 1 + 3 + 3² പ്ലസ് എക്സെട്രാ പ്ലസ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 3k - 1 അല്ലേ? 3n - 1 എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ നമ്മൾ എഴുതുന്നത് എന്താ? 3k - 1. ഓക്കെ, 3k - 1 ഈക്വൽ ടു 3k - 1/2. വേറെ ഒരു കാര്യമില്ല, എന്നിൻ്റെ പ്ലേസിൽ കെ കൊടുക്കുക. ഇത് എഴുതുന്നതിന് വരെ മാർക്കുള്ളതാണ്. എന്നിന് പകരം കെ കൊടുക്കുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. ക്വസ്റ്റ്യനിൽ എന്നിന് പകരം കെ കൊടുത്ത് നമ്മൾ എഴുതുന്നു. അപ്പം അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് k+1ന് ശരിയാണെന്ന് പ്രൂവ് ചെയ്യാം. നൗ പ്രൂവ് ദാറ്റ് k+1 ഈസ് ഓൾസോ ട്രൂ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് അല്ലേ? എന്താണ്? പ്രൂവ് ദാറ്റ് പി ഓഫ് k+1 ഈസ് ട്രൂ. പി ഓഫ് k+1 ഈസ് ട്രൂ. ഓക്കെ, പി ഓഫ് k+1 ഈസ് ട്രൂ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പി ഓഫ് k+1 എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എഴുതുന്ന കെ ടേം വരെ നമുക്കറിയാമല്ലോ. 1 + 3 + 3² പ്ലസ് എക്സെട്രാ പ്ലസ് 3k - 1 എന്നായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ? 3k - 1. ഓക്കെ, അതിൻ്റെ കൂടെ പ്ലസ് നെക്സ്റ്റ് ടേം. അപ്പോൾ നോക്കിയോളൂ, ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ 3. ഫസ്റ്റ് ടേം 1 എന്ന് വെച്ചാൽ 3/0 ആണ് ഉദ്ദേശിക്കുന്നത്. 3/0യുടെ വാല്യൂ എന്താ? 1. 3/0 അത് 1 + 3 + 3² പ്ലസ് എക്സെട്രാ പ്ലസ് 3k - 1. അപ്പോൾ തൊട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ കെയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? k+1 - 1 അല്ലേ? ആ 1ഉം -1ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എന്ത് വരും? 3k എന്ന് വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. തൊട്ടടുത്ത ടേം. അപ്പോൾ തൊട്ടടുത്ത ടേം കിട്ടുന്നത് ഇങ്ങനെയാണ്: 3k+1 - 1. അത് ക്ലിയർ ആയില്ല. അപ്പോൾ ഞാനതിനെ ക്യാൻസൽ ചെയ്തിട്ടുള്ള പോർഷൻ എഴുതുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. 3k = അത് നമുക്ക് പ്രൂവ് ചെയ്യണം. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? അപ്പോൾ നോക്കിയോളൂ, ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മനസ്സിലായല്ലോ. തൊട്ടടുത്ത ടേം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കെയ്ക്ക് പകരം k+1 കൊടുത്തു. അത് വേണമെങ്കിൽ നിങ്ങൾ നേരത്തെ എഴുതിയിടുക. k+1 - 1. ആ -1ഉം +1ഉം ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി റിമൈനിങ് ടേം എന്താ? കെ. അതാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇത് ഇത്ര എഴുതി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എഴുതേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഇത്രയും പോർഷൻ്റെ ആൻസർ അല്ലേ? ഇത്രയും പോർഷൻ്റെ ആൻസർ നമുക്കറിയാം. റിസൾട്ട് പി ഓഫ് കെയ്ക്ക് ശരിയാണെന്ന് നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയത്തിൻ്റെ ആൻസർ എന്താ? അപ്പോൾ ഇത് വെട്ടിക്കളയാനല്ല, ഞാനിതൊന്ന് കാണിച്ചു തന്നതാണ്. ഇതിൻ്റെ ആൻസർ എന്താ? 3k അല്ലേ? -1/2. 3k - 1/2. ഈ -1 എഴുതുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ. പ്ലസ് 3k.
കെയുടെ കൂടെ അല്ല -1 3k മേളിൽ എഴുതിയിട്ട് താഴെ അങ്ങനെ വേണം എഴുതാനായിട്ട്. ഇനി ഇതിൻ്റെ ആൻസർ എന്താ വരണ്ടേ? അപ്പോൾ കെയുടെ ഇപ്പം നമുക്കിവിടെ വന്നിരിക്കുന്ന ആൻസർ എന്താ? 3k - 1/2 എന്നല്ലേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ k+1 എഴുതുന്നത്. അപ്പോൾ ശരിക്കും വരേണ്ടത് എന്താണ്? ഈ 3 നമുക്ക് ശരിക്കും ആൻസർ വരേണ്ടത് അതും നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കണം. ഇങ്ങനൊരു ആൻസറിൽ നമ്മൾ എത്തിക്കണം. എന്താണ്? 3 kക്ക് പകരം എന്താ? k+1 - 1/2 എന്നൊരു ആൻസറിൽ നമ്മൾ എത്തിക്കണം. അതാണ് നമ്മുടെ ഐഡിയ. മനസ്സിലായോ? ആ ഒരു സ്റ്റെപ്പിലെത്തണം. എനിവേ നമ്മളത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിനെ നമ്മളെന്താ, നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കേണ്ട ഐഡിയയാണ് കെക്ക് പകരം k+1. അപ്പോൾ നോ ക്രോസ് ഇറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? 3k - 1 + 2 × 3k/2 അല്ലേ? ക്രോസ് ചെയ്യുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്കറിയാം എങ്ങനെ ക്രോസ് ചെയ്യേണ്ടത്. ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യും, ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യും, ഇത് തമ്മിൽ ക്രോസ് ചെയ്യും അല്ലേ? അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു സിംപ്ലിഫിക്കേഷനാണ്. ഇത് നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ ഇത് രണ്ടും കൂടെ ഒന്ന് നോക്കിക്കേ. ഇത് രണ്ടും കൂടെ കണ്ടോ? ഇത് രണ്ടും കൂടെ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 3kയും 2 3kയും കൂടെ ആഡ് ചെയ്ത് എന്താ? 3 3k അല്ലേ? 3 × 3k - 1/2. ക്ലിയർ ആയോ? അപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കുക. ഈ ഒരു 3kയും വേറൊരു 2 3kയും ഒരു മിഠായും 2 മിഠായും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 മിഠായി. അതുപോലെ 3kയും 2 3kയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ? 3 3k. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോക്കിയോളൂ. ഇവിടെ a⁻m × a⁻n എന്താണ്? a⁻m + n. അപ്പോൾ ഇവിടെ എന്താ? ഇവിടുത്തെ സിംപ്ലിഫിക്കേഷൻ നോക്കൂ. 3 × 3k ആണ്. അപ്പോൾ 3/1 എന്നാണ് മീനിങ് അല്ലേ? അപ്പോൾ എന്ത് വരും? 3k+1 - 1/2. അപ്പോൾ നമ്മൾ റിസൾട്ടിലെത്തിയില്ലേ അല്ലേ? അപ്പോൾ ഇതാണ്. അപ്പോൾ അപ്പോൾ നമുക്കടുത്ത് എന്താ എഴുതേണ്ടത്? P of k+1 is true whenever pk is true. Therefore P of k+1 is true whenever P of k is true. Whenever P of k is true. Okay. അപ്പം hence from the principle of mathematical induction, ഇത് എല്ലാത്തിലും അവസാനം എഴുതുന്ന സെൻറ്റൻസ് ഇതാണ്. hence from the principle of mathematical induction, hence from the principle of ടെക്സ്റ്റിന് ഹെഡിങ് ഇതാണ്. principle of mathematical induction, principle of mathematical induction, principle of mathematical induction. The statement P of n is true. P of n is true for all natural numbers. For all natural numbers. For all natural numbers n. അപ്പോൾ ഇങ്ങനെയാണ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. PMI എന്നൂടെ എഴുതാം കേട്ടോ. PMI എന്ന് എഴുതാം. PMI പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് ഇങ്ങനെ നീട്ടി എഴുതണമെന്നൊന്നുമില്ല. PMI എന്ന് എഴുതാം. Principle of mathematical induction, the statement P of n by the principle of mathematical induction, the statement is true for all natural numbers. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. ഫോർ n is equal to 1 ആദ്യം ശരിയാണെന്ന് പ്രൂവ് ചെയ്യുക, എന്നിട്ട് അസ്യൂം ചെയ്യുക കേക്ക് ശരിയാണെന്ന്. അവിടെ നിന്ന് നമ്മൾ വീണ്ടും എന്താ പോവുക?
ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ k+1 ശരിയാണെന്ന് പ്രൂവ് ചെയ്യുക. അവിടെ നിന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം? ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ്, ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഫൈനലൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനൂടെ ഒന്ന് നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതുപോലെ ക്വസ്റ്റ്യൻ ഇതേ ഉണ്ടാവുള്ളൂ, പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞുള്ളൂ. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. അടുത്ത ക്വസ്റ്റ്യനാണ് ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 prove that 1 square plus 2 square plus etc. 1 square plus 2 square plus etc. plus n square equal to, ഇതൊരു ഫോമുലയാണ് ആക്ച്വലി, n ഇൻറ്റു n പ്ലസ്, കാണാതെ പഠിക്കാനുള്ള ഫോമുലയാണ്, വേറെ ചാപ്റ്ററിനകത്ത് വരും. 2n + 1/6 ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, തന്നിരിക്കുന്ന ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും തന്നിരിക്കുന്നതിന് ലെറ്റ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്, ലെറ്റ് പി ഓഫ് എൻ ബി ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. സൊല്യൂഷനാണ് ലെറ്റ് പി ഓഫ് എൻ ബി ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. ലെറ്റ് പി ഓഫ് എൻ ബി ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആയല്ലോ. ലെറ്റ് പി ഓഫ് എൻ ബി ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താ എഴുതുക? പി ഓഫ് എൻ സച്ച് ദാറ്റ് അല്ലേ. അപ്പോൾ എഴുതേണ്ട രീതി ഇതാണ്, പി ഓഫ് എൻ. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതുക, പി ഓഫ് എൻ. എന്നിട്ട് എന്താ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതുപോലെ എഴുതുക. 1 square plus 2 square plus, ഇങ്ങനെ എഴുതുന്നതിന് വരെ മാർക്കുള്ളതാണ് കേട്ടോ. കാരണം അത്രയും എഴുതാൻ അറിയാമോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് എന്ന് എഴുതുന്നത് തന്നെ ഒരു മാർക്ക് കിട്ടുന്ന പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറഞ്ഞല്ലോ ഫോർ n is equal to 1 ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതായിരിക്കും എളുപ്പം. ഫോർ n is equal to 1 LHS ഓഫ് പി ഓഫ് 1 എന്താ വരുന്നത്? പി ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? 1. അതെന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം മാത്രമാണ് നിങ്ങൾക്ക് കണ്ടോ, ഈ ഫസ്റ്റ് ടേം കണ്ടോ, ഫസ്റ്റ് ടേം മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. പി ഓഫ് 1ൻ്റെ ആൻസർ എന്താ? 1 അല്ലേ. പി ഓഫ് 1ൻ്റെ ആൻസർ 1. അപ്പം അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കണം. റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങനെയാണ് ചെയ്യുന്നത്? റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുന്നത് എന്നിന് പകരം 1 കൊടുക്കുക. 1 ഇൻറ്റു 1 + 1 ഇൻറ്റു 2 + 1 അല്ലേ, എന്നിന് പകരം ബൈ 6. ഓക്കെ, അപ്പോൾ മേളിൽ എന്ത് വരും നോക്കിക്കേ, 2 ഇൻറ്റു 3/6 ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ എന്താ, LHS RHS ഈക്വൽ ആയല്ലോ. ദെയർഫോർ പി ഓഫ് 1 ഈസ് ട്രൂ അല്ലേ. ദെയർഫോർ LHS ഈസ് ഈക്വൽ ടു RHS. LHS ഈക്വൽ ടു RHS. ദെയർഫോർ പി ഓഫ് 1 ഈസ് ട്രൂ. ദെയർഫോർ പി ഓഫ് 1 ഈസ് ട്രൂ. ദെയർഫോർ പി ഓഫ് 1 ഈസ് ട്രൂ. ഓക്കെ, ഇനി അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. ഓക്കെ, assume that P of k is true. Assume that P of k is true. ക്ലിയർ ആയല്ലോ കുഞ്ഞുങ്ങളെ? assume that P of k is true. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? എന്ത് ചെയ്താൽ മതി? P of k is true എന്ന് പറയുന്നത് 1 square plus ക്വസ്റ്റ്യൻ അതുപോലെ എഴുതുന്നു. എന്നിന് പകരം എന്താക്കുന്നു? 2 square plus etc. plus k square equal to k into k plus 1 into 2k plus 1 by 6. ക്ലിയർ ആയല്ലോ കുഞ്ഞുങ്ങളെ? ഇങ്ങനെ എഴുതുക. അപ്പം അസ്യൂം ഇതിനും ഒരു സ്റ്റെപ്പ് മാർക്കാണ്. അപ്പോൾ എന്താ, നൗ പ്രൂവ് ദാറ്റ്, നൗ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് അല്ലേ. ടു പ്രൂവ് ദാറ്റ് അല്ലേ, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P of k plus 1 is true. We have to prove that P of k plus 1 is true. ട്രൂ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാവുന്ന ഇപ്പോഴും ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഏത് വരെയുള്ളൂ? ടേംസ് കെ വരെയുള്ളൂ. 1 square plus 2 square plus etc. plus k square എന്ന് എഴുതിയിട്ട് തൊട്ടടുത്ത ടേം കെക്ക് പകരം എന്തെടുക്കുക? k plus 1 the whole square. ഇതിൻ്റെ വാല്യൂ, ഇതിൻ്റെ നേരത്തെ ആൻസർ ഉണ്ടല്ലോ പി ഓഫ് കെയുടെ,
ആ കെയ്ക്ക് പകരം എന്തായിട്ട് അവസാനം എത്തിക്കണം നമ്മൾ? k+1 എത്തിക്കണം. അതാണ് ഐഡിയ. അപ്പോൾ ഇതിൽ എത്ര വരെയുള്ളതിൻ്റെ നമുക്ക് ആൻസർ അറിയാം? എത്ര വരെയുള്ളതിൻ്റെ ആൻസർ അറിയാം? ഇത്രയും വരെയുള്ളതിൻ്റെ ആൻസർ അറിയാം അല്ലേ? ഇത്രയും വരെയുള്ളതിൻ്റെ ആൻസർ നമുക്കറിയാം. ഇത്രയും വരെയുള്ളതിൻ്റെ ആൻസർ എന്താ? ഇത്രയും വരെയുള്ളതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താ? k ഇൻറ്റു അല്ലേ? k ഇൻറ്റു k+1 ഇൻറ്റു 2k+1/6 പ്ലസ് ഇതിൻ്റെ കൂടെ എന്താ? ആ ലാസ്റ്റ് ടേമും കൂടെ ആഡ് ചെയ്യണം അല്ലേ? നമുക്കിപ്പം ഒരു 10 ടേമിൻ്റെ ആൻസർ അറിയാം. 10 ടേമിൻ്റെ സം 100 എന്നറിയാമെങ്കിൽ 11ാമത്തെ ടേമിൻ്റെയും കൂടെ ചേരുമ്പോഴെന്താ? നമ്മൾ അതിൻ്റെ കൂടെ 11ാമത്തെ ടേമും കൂടെ ആഡ് ചെയ്യും. അത്രയും ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കെയുടെ ടേം വരെയുള്ളതിൻ്റെ ആൻസർ എഴുതി. പിന്നെന്താ? തൊട്ടടുത്ത ടേം കൂടെ എഴുതുക. ഇനിയും ഇത്രയുമാണ് സ്റ്റെപ്പ്. ബാക്കിയെല്ലാം നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ച ഒരു സിമ്പിൾ ലോജിക്കുള്ള എന്താ ഓൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ മാത്രമാണ്. അപ്പോൾ നമ്മളിവിടെ 1 കൊടുക്കുന്നു. ദെൻ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം LC എടുക്കും. ഇങ്ങനെ ക്രോസ് ചെയ്യും, ഇങ്ങനെ ക്രോസ് ചെയ്യും, ഈ ഡിനോമിനേറ്റർ തമ്മിൽ ക്രോസ് ചെയ്യും. ഇങ്ങനെയാണല്ലോ നിങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ അതുപോലെ തന്നെയാണ്. k ഇൻറ്റു k+1 ഇൻറ്റു ഇത് കുറച്ച് കാൽക്കുലേഷൻ ഉള്ള ക്വസ്റ്റ്യനാണ്. 2k+1 ഇൻറ്റു പ്ലസ് 6 ഇൻറ്റു k+1 ദ ഹോൾ സ്ക്വയർ ബൈ 6. ഓക്കെ. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഇതിനെ എങ്ങനെയും സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമ്മളിതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം എളുപ്പമെന്ന് പറയുന്നത് ഈ രണ്ടിലും k+1 ഉണ്ടല്ലേ? ഒരു കോമൺ ഫാക്ടർ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ k+1 പുറത്തെടുക്കുന്നു ഉണ്ടോ? അപ്പോൾ അത്രയും ഒരു ആശ്വാസമായി സിംപ്ലിഫിക്കേഷനിൽ. ബാക്കിയൊന്ന് നോക്കിക്കേ. k ഇൻറ്റു 2k+1 പ്ലസ് 6 ഇൻറ്റു k+1. ഒരു k+1 ഓൾറെഡി എടുത്ത് കഴിഞ്ഞു. പിന്നെ ഒരു k+1 അല്ലേ ഉള്ളൂ. അതാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഇനി എന്താ? ഇതിനകത്തൊരു സിംപ്ലിഫിക്കേഷൻ. അവിടെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ച സിംപ്ലിഫിക്കേഷനാണ്. വളരെ ശ്രദ്ധിച്ച് തന്നെ അത് ചെയ്യുക. എങ്ങനെ? ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് പറഞ്ഞേ. 2k ഇൻറ്റു k. അപ്പോൾ എന്ത് വരും? 2k² പ്ലസ് k പ്ലസ് 6k പ്ലസ് 6/6. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നോക്കിക്കോളൂ. k+1 പുറത്തെടുത്തു. അത് നേരത്തെ ഓൾറെഡി ഉള്ളതാണ്. 2k². ഒരു kയും 6kയും കൂടെ ആഡ് ചെയ്യുമ്പോഴെന്താ? 7k 7k പ്ലസ് 6/6. ഓക്കെ, /6/6. ഓക്കെ. ഇനി നമുക്ക് ഐഡിയ എന്താണ്? നമുക്ക് എപ്പോഴും മനസ്സിനകത്ത് എന്ത് ആൻസർ വേണം? നമ്മുടെ ആൻസർ ഞാൻ നേരത്തെ ഓൾറെഡി നമ്മൾ കേക്കുള്ള ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാം. k ഇൻറ്റു k+1 ഇൻറ്റു 2k+1/6 എന്നായിരുന്നു നമുക്ക് തന്ന ക്വസ്റ്റ്യൻ അല്ലേ? ആ കെയുടെ പ്ലേസിലെല്ലാം എന്ത് വരണം? ആദ്യത്തെ കെയ്ക്ക് വരും k+1 കണ്ടോ? രണ്ടാമത്തെ കെയുടെ എവിടെ എന്താ? k+1 +1. പിന്നെ മൂന്നാമത്തെ എവിടെയാണെങ്കിലോ 2 ഇൻറ്റു k+1 +1. ഇങ്ങനെ വേണം നമുക്ക് ആൻസറിൽ എത്തിക്കാൻ. ഇതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. കെയ്ക്ക് പകരം k+1 കൊടുത്ത് ഒരു ആൻസറിൽ നമ്മൾ എത്തിക്കണം. അതാണ് നമ്മുടെ ഐഡിയ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ്. സ്റ്റെപ്പ് നിങ്ങൾക്ക് സൈഡിൽ എഴുതി വെക്കാം വേണമെങ്കിൽ. ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ അടുത്ത കണ്ടിന്യൂഷൻ താഴോട്ട് പോവുകയാണ്. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിനെ ഇനി എങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? അപ്പോൾ നമുക്കിവിടെ 2k² പ്ലസ് 7k പ്ലസ് 6 അതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതുപോലെ കെയുടെ വാല്യൂ -b + or -√b² - 4ac/2a ആ ഒരു രീതിയിൽ നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റും. നോക്കിയുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ? എനിക്കൊന്ന് എല്ലാവർക്കും പറ്റുന്നവർ അതിനെ ഫാക്ടറൈസ് ചെയ്യുക, അല്ലാത്തവർ ഇതിനെ സെപ്പറേറ്റ് എടുത്തിട്ട് 2k² പ്ലസ് 7k പ്ലസ് 6 = 0 അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. കെയുടെ വാല്യൂ -b + or √, അല്ലേ? അങ്ങനെയല്ലേ ചെയ്യും? -b + or √b²
ബി സ്ക്വയർ മൈനസ് 4ac. 4ac എന്ന് പറയുമ്പോൾ 6 × 4 24 × 2 48 ബൈ അല്ലേ ഇങ്ങനല്ലേ ചെയ്യുന്നത് 2a 2 × 2 4. ഓക്കെ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ആ ഫോമിൽ വെച്ചാണ്. അപ്പോൾ എന്ത് വരും -7 പ്ലസ് ഓർ മൈനസ് 1/4 എന്ന് വരും. അപ്പോൾ എന്താ -7 + 1 എന്ന് പറയുന്നത് എന്താ ഇപ്പം ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് നോക്കിയുള്ളൂ. -7 + 1 എന്ന് പറയുമ്പം 6 അല്ലേ -6/4 പിന്നെന്ത് വരും -7 - 1 എന്ന് പറയുമ്പോൾ -8/4 അല്ലേ. അപ്പോൾ എന്ത് വരും -3/2 എന്നും വരും -2 എന്നും വരും അല്ലേ. അപ്പോൾ നമ്മളിതിനെ എങ്ങനെയാണ് എഴുതുന്നത് 2k അല്ലേ ക്രോസ് ചെയ്യും ഇവിടെ കെയുടെ വാല്യൂ അല്ലേ. അപ്പം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതുന്നത് ഇതിനിങ്ങനെ ചെയ്തിട്ട് അപ്പോൾ എന്ത് വരും 2k = -3 എന്നും പിന്നെ 2k = -2 ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. അപ്പോൾ എന്താ 2k + 3 എന്നൊരു ഫാക്ടർ വരും. ഇവിടെ എന്താ 2k + 2 എന്നുള്ള ഒരു ഫാക്ടറും വരും അല്ലേ 2k അല്ലല്ലോ k = -2 അല്ലേ k = -2. അപ്പോൾ ഇവിടെ എന്ത് വരും k + 2 എന്നുള്ളൊരു ഫാക്ടറും വരും. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെയാണ് ഫാക്ടേഴ്സ് വരുന്നത് അല്ലേ 2k + 3 × k + 2. ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതിനകത്ത് ഫസ്റ്റ് നമ്മുടെ ഈ ഒരു സ്റ്റെപ്പിലോട്ട് നമ്മളങ്ങോട്ട് ഇതിനെ വേണം ഇക്വേഷൻ 1 കൊടുക്കാം. ഇതിലങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നോക്കിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ എഴുതി ഇങ്ങനെ ആയിരിക്കും മിക്കവാറും എല്ലാ കുട്ടികൾക്കും എളുപ്പം എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും LHS എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 1 എന്താ ആൻസർ വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടിങ്ങിന് P(k)യുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് ചെയ്യുന്നത് അല്ലേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് നമ്മൾ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്ത് വരും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് = k + 1 × k + 1 ഓൾറെഡി വെളിയിലുണ്ട്. ബാക്കി എന്താ k + 2 ഉണ്ടോ 2k + 3 ഓക്കെ /6. ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എങ്ങനെയാണ് വരണ്ടേ ഇതിന് k + 1 കെയുടെ പ്ലേസിലെല്ലാം k + 1 വരുത്ത രീതിയിലാണ് ആക്കിയെടുക്കുന്നത് അല്ലേ. k + 2 നമുക്ക് എങ്ങനെ എഴുതാം k + 1 + 1 അത് കുഴപ്പമില്ല k + 2 എന്ന് എഴുതാം. ഇതിനെയാണെങ്കിലോ 2 × ഇത് 2k + 2 + 1 ആണ് 3 നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു k എടുക്കാം 2 എടുക്കാം. അപ്പം എന്ത് വരും k + 1 × k + 2 ഉണ്ടോ ഇവിടെ 2 പുറത്തെടുത്താൽ എന്താ വരിക 2 × k + 1 + 1 ഇങ്ങനെയല്ലേ നമുക്ക് എത്തിക്കേണ്ടത് /6. അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ കെയ്ക്ക് പകരം k + 1 എന്നുള്ളൊരു ആൻസറിൽ നമ്മൾ എത്തിക്കുക. ഇത്രയേ ഉള്ളൂ. therefore pk + 1 is true. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ സെൻറ്റൻസ് എല്ലാത്തിലും ഒരുപോലെയാണ്. therefore p(k + 1) is true whenever pk is true whenever p(k) is true okay whenever p(k) is true. Hence from the principle of mathematical induction hence by the principle of PMI hence by the principle of mathematical induction the statement P of n is true. The statement P of n is true whenever എന്താണ് അല്ല P of n is true for all natural numbers for all natural numbers or for all natural numbers n. ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ആദ്യം n = 1 പിന്നെ അസ്യൂം ചെയ്യുക കെയ്ക്ക് ശരിയാണെന്ന് പിന്നെ k + 1 ശരിയാണെന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ താങ്ക് യു.